and welcome to Let's Talk. The basic necessity of every human being is food, clothes, and of course, shelter. So let us meet the founder and chairperson of Hira Groups, Mr. A.R. Babu. He has recently won the Century International Gold Quality Era Award in the realm of benchmarking, customer satisfaction, leadership, and strategic planning. He is the only builder with a doctorate in construction and management. His skills transformed houses to homes, and that is why people call him lovingly Hira Babu. Welcome to Let's Talk, sir. What made you start your career in architecture and construction? എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വിചാരിച്ചിരുന്നത് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റു പലയിടത്തും സെർച്ച്, അന്ന് കേരളത്തിൽ അത്രയും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ എൻ്റെ ഒരു ബന്ധുവായ ഒരാൾ ഫ്രണ്ട്സ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഗോവയിൽ. അങ്ങനെയാണ് ഗോവയിൽ ചെന്നത്. ആദ്യമായി എൻ്റെ ജീവിതത്തിലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 5000 രൂപയ്ക്കായിരുന്നു. ഇന്നത് ഏകദേശം 500 കോടി രൂപയിൽ കൂടുതൽ ഇത് അസറ്റും ഏകദേശം 10,000 കൂടുതൽ ജോലിക്കാരും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് വളർന്നു. അത് തീർത്തും നമ്മളെല്ലാവരും പറയും അത് എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ്, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടാണെന്ന്. പക്ഷേ ഹാർഡ് വർക്ക് അല്ല. ദ ഇറ ഈസ് ഓവർ, നൗ ഇറ്റ് ഈസ് എ സ്മാർട്ട് വർക്ക്. എല്ലാവരും പറയും കഷ്ടപ്പെട്ടത്, ലേമേൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് ഈസ് നോട്ട് ഗെയിനിങ് എനിത്തിങ്, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ഹാർഡ് വർക്ക് അല്ല, നമ്മുടെ സ്മാർട്ട് വർക്കാണ്. ഇപ്പോഴും സ്മാർട്ട് വർക്കിലെ നമുക്ക് ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെക്കാൾ മിടുക്കന്മാരാണ് നമ്മുടെ പിന്നിലുള്ളവർ. അപ്പൊ അവരെ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്തതിന് മുന്നോട്ട് നീങ്ങണം. ഇപ്പൊ സർ 1983 ഹീര ഗ്രൂപ്പ് ഫൗണ്ടേഷൻ തുടങ്ങി. 1994 ഇറ്റ് കെയിം ഡൗൺ ടു ട്രിവാൻഡ്രം. അപ്പൊ ഈ സ്മാർട്ട് വർക്ക് വാസ് ക്യാരിഡ് ഔട്ട് ഫ്രം ഗോവ ടു ട്രിവാൻഡ്രം. ആ ഒരു ജേർണി ക്യാൻ യു ജസ്റ്റ് ടെൽ us? പ്രത്യേകിച്ച് തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ വരാൻ കാരണം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം തന്നെയായിരുന്നു ഒരു പ്രധാന ഘടകം. പിന്നെ ഗോവയുടെ കൾച്ചറുമായിട്ട് നമുക്ക് യോജിച്ചു പോകാനും കഴിയില്ല. കാരണം നമുക്ക് മകളുണ്ട്, ആൺകുട്ടികളുണ്ട്, അവിടുത്തെ കൾച്ചറുമായിട്ട് യോജിച്ചു ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഡിസൈഡ് ചെയ്തു കം ടു ട്രിവാൻഡ്രം. അങ്ങനെ ഞങ്ങളുടെ ഉള്ള അസറ്റ് ട്രിവാൻഡ്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് ആദ്യമായി ഞങ്ങൾ വില്ല പ്രൊജക്ട് തുടങ്ങി, പിന്നെ അപ്പാർട്ട്മെന്റ്സ് ആയി, പിന്നെ കൂടാതെ ഓരോ പ്രൊജക്റ്റിൽ ഇങ്ങനെ ഓരോന്നോരായി തുടങ്ങി. വാസ്തുവിന്റെ ഇമ്പോർട്ടൻസ് ഇൻ ഓൾ ദ കൺസ്ട്രക്ഷൻ ഉള്ളതില് അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞുതരാമോ? ലൈക് വെൻ യു കൺസ്ട്രക്ട്. ഈ വാസ്തുവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ബിൽഡിംഗ് തുടങ്ങിയത് ഇന്ത്യയിൽ ഹീര കൺസ്ട്രക്ഷൻ ആണ്. ഇന്ത്യയിൽ, നോട്ട് ഫോർ കേരള. അത് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ 2 ഗ്രാമം തന്നെ പണിയത്. കൊച്ചിയിൽ ഹീര വാസ്തു ഗ്രാമം എന്ന് പറഞ്ഞിട്ട് കാക്കനാടും, ട്രിവാൻഡ്രത്ത് വാസ്തു ഹിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്നിട്ട് അങ്ങനെ 2 ഗ്രാമം തന്നെ ഉണ്ടാക്കി. ഇത് ഗ്രാമത്തിന്റെ എൻട്രൻസ് മുതൽ നിങ്ങളുടെ വീട്ടിലെ റോഡ്, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, കളിസ്ഥലം, നിങ്ങളുടെ ഗേറ്റ് എങ്ങനെ വേണം, ഇതെല്ലാം ഒരു ഗ്രാമത്തിൽ വരും. ആ രീതിക്കാണ് ഒരു ഗ്രാമം തന്നെ പണിതത്. ഈ വാസ്തു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിദ്യയാണ്. ഇതിന്റെ അടിസ്ഥാന ഘടകം ശാസ്ത്രീയമാണ്. ചിലയിടങ്ങളിൽ, എക്സാമ്പിൾ ആന്ധ്ര, ഹൈദരാബാദ്, ഐതിഹ്യങ്ങളുടെ പേരിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് കേരളത്തിലാണെങ്കിൽ പുരാണം, വേദശാസ്ത്രം, കണക്കുകൾ എന്നിവ ശാസ്ത്രീയമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഒരു ശാസ്ത്രശാഖയാണ് വാസ്തു എന്ന് നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് വാസസ്ഥലം, ഒന്ന് കർമ്മസ്ഥലം. വാസസ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലവും കർമ്മസ്ഥലം നമ്മൾ പ്രവൃത്തിയെടുക്കുന്ന സ്ഥലം. അപ്പൊ കർമ്മസ്ഥലത്ത് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വാസസ്ഥലം മഹത്വമുള്ളതായിരിക്കണം. അതിനാണ് വാസ്തുവിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ വാസ്തു പ്രകാരം നമ്മൾ വീട് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുന്നുമില്ല, എന്നാൽ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ വീട് വയ്ക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ കാര്യം. ഈ ഇൻട്രസ്റ്റ്, വാസ്തുവിലോട്ടുള്ള ഇൻട്രസ്റ്റ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഇല്ലേ സ്ലോലി അതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തുടങ്ങിയ? കാണിപ്പയ്യരുമായിട്ടാണ് ആദ്യം വാസ്തുവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ കാണിപ്പയ്യരുടെ വീട്ടിൽ പോയി. കാണിപ്പയ്യരായിട്ട് ഡിസ്കസ് ചെയ്തു. കാണിപ്പയ്യരാണ് ഇതിന്റെ മഹത്വം എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ കാണിപ്പയ്യരിന്റെ മേൽനോട്ടത്തിലാണ് ഞാൻ ഈ 2 ഗ്രാമം ചെയ്തത്, കൊച്ചിയിലുള്ളതും ട്രിവാൻഡ്രത്തുള്ളതും. ഇപ്പൊ ഞാൻ എന്റെ എല്ലാ ഫ്ലാറ്റുകളായാലും വില്ലകളായാലും വാസ്തുവിന്റെ എല്ലാ വശങ്ങളും എടുത്തതിന് ശേഷം മാത്രമേ ഡിസൈൻ ചെയ്യാറുള്ളൂ.
ഈ ഫ്ലാറ്റിൽ വാസ്തു ചെയ്യാം എന്ന് തെളിയിച്ചതും ഹീര തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകൾ വാസ്തുവിന്റെ പ്രസക്തി ഉണ്ടാക്കിയത് ഞാൻ തന്നെ. ഈ 1994 ഞാൻ പറഞ്ഞല്ലോ ട്രിവാൻഡ്രത്ത് ഹീര കിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദ ചാലഞ്ചസ് ദാറ്റ് യു ഫേസ്ഡ് വെൻ യു സ്റ്റാർട്ടഡ് എസ്റ്റാബ്ലിഷിംഗ് യുവർ ഹീര. ഓരോ പ്രൊജക്ടിനും ഓരോ പ്രോബ്ലം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു ന്യൂ കമറായി ഞാൻ വന്നപ്പോഴേ. അപ്പൊ അതിൽ നമ്മൾ അത് എങ്ങനെ ഫേസ് ചെയ്യുന്നു ഇരിക്കുന്നു അതനുസരിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാത്തിനെയും നമ്മൾ എതിർക്കാൻ പോയിട്ട് കാര്യമില്ല. അപ്പം എസ്പെഷ്യലി ട്രിവാൻഡ്രത്ത് കേരളത്തിൽ ഈ രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം കൂടുതലാണല്ലോ, എന്തിനെ എതിർക്കുക എന്നുള്ളതാണല്ലോ അവരുടെയും. അപ്പൊ അതിനെ നമ്മൾ ഒരു പരിധി വരെ അവരുമായിട്ട് മാനേജ് ചെയ്ത് നമ്മൾ മുന്നോട്ട് നീങ്ങും. അവിടെയാണ് നമ്മുടെ ആ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞ് പ്രയോഗിക്കുന്നത്. അല്ലാതെ അവരോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഹാർഡ് വർക്ക്. ഇപ്പൊ റീസെന്റ് 7-star ക്രിസൽ റേറ്റഡ് ആയിട്ടുള്ള ഇൻഫോസിറ്റി ടെക്നോ പാർക്കിന്റെ വളരെ അടുത്ത് സാറ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അതെന്ന് വെച്ചാൽ അത് അവർ നോക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ സാമ്പത്തിക പ്രോസസ്, എത്ര നമ്മൾ സാമ്പത്തികമായിട്ട് ഡീലിംഗ് അഗ്രിമെന്റ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ, നമ്മളെ ബാങ്ക് ഡീലിങ്സ്, നമ്മുടെ കൺസെഷൻ ഓഫ് ക്വാളിറ്റി, കൺസെഷന്റെ ഡിസൈൻ സമയത്തിനാണോ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഇതിന്റെ എല്ലാ വശങ്ങളും അവർ നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ സ്റ്റാർ പദവി തരത്തുള്ളൂ. സാധാരണ 3, 5, 6, 7 ഇങ്ങനെ തരും. 7 is the last. ഇതെല്ലാം നോക്കിയതിനു ശേഷമാണ് അവർ എനിക്ക് തന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള അവാർഡ് കിട്ടിയത്, ക്വാളിറ്റി അവാർഡ് ഫ്രം ജെനിവയിൽ നിന്ന് കിട്ടിയത്. ആ ക്വാളിറ്റിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും, നമ്മളൊരു കോംപ്രമൈസ് ചെയ്യുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ വർഷം നമ്മുടെ ഡുറാവിറ്റും ഹാൻസ്ക്രീവുമായിട്ട് ടൈപ്പ് ചെയ്ത്. ജർമ്മനിയിലുള്ള ഈ കമ്പനികൾ എന്ന് വെച്ചാൽ ഇതിന്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന 7-star ഹോട്ടലുകൾ മാത്രമാണ്. ഇത് കേരളത്തിൽ നമ്മുടെ ഈ DLF, ഇന്ത്യയിലെ DLF ഇങ്ങനെയുള്ള സാർ ഒരുപാട് വലിയ വൻകിട കമ്പനി ഉണ്ടെങ്കിലും അവർ ഹീരയുമായിട്ട് ടൈപ്പ് ഉള്ള കാര്യം നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ എന്ന് അവർ കണ്ടതുകൊണ്ടാണ്. ഒരു വളരെ പഠിച്ചതിന് ശേഷമാണ് നമ്മളുമായിട്ട്. ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ ഫ്ലാറ്റ് കൾച്ചർ എന്ന് പറയുന്ന ഒരു കൾച്ചർ, ഫ്ലാറ്റിന്റെ കൾച്ചർ കൊണ്ടുവന്നത് ഹീര ഗ്രൂപ്പ്സ് ആണ്. സാറ് അതെങ്ങനെ നേടിയെടുത്തു? അതാ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എല്ലാവരും ഓരോരുത്തരും ചോദിക്കുന്നത് ഞങ്ങൾക്ക് വില്ല ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫ്ലാറ്റ്സ് വേണ്ട, അതിനെ കുറിച്ച് അവർ പറയുന്നില്ല. ആ കൺസെപ്റ്റ് മാറ്റിയെടുത്തത് ഒന്ന്, ഞാൻ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ ഫ്ലാറ്റുകൾ കെട്ടി. രണ്ടാമത് കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തു. കാരണം ഇപ്പൊ ഒരു 20-50 ലക്ഷം രൂപ ഒരാളിന് ഒരു സ്വിമ്മിംഗ് പൂള് ഉള്ള ഒരു ഫ്ലാറ്റ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 5 കോടി രൂപ മുടക്കിയാലും ഒരു സ്വിമ്മിംഗ് പൂളുള്ള വീട് വെക്കാൻ പറ്റും. ആ സാഹചര്യം കൊടുത്തു. ഒരു ഫ്ലാറ്റിൽ തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, ഹെൽത്ത് ക്ലബ് ഉണ്ട്. ഇപ്പൊ എന്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു കുട്ടി അവന്റെ ഫ്രണ്ട്സ് ക്ലാസ്സിൽ പറയാണ്, എന്റെ വീട്ടിൽ ഒരു കോടീശ്വരന്റെ മകൻ പറയുന്നത് എന്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, എന്റെ വീട്ടിൽ ഹെൽത്ത് ക്ലബ് ഉണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഈ 20 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചവനും പറയുന്നുണ്ട് എന്റെ വീട്ടിലുണ്ട് സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, ഹെൽത്ത് ക്ലബ് ഉണ്ട്, നിന്റെ വീട്ടിലുള്ളതിനേക്കാൾ ഹോം തിയേറ്റർ ഉണ്ട്, ഇതെല്ലാം ഫെസിലിറ്റി എന്റെ വീട്ടിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് മനസ്സിന്റെ ഇത് മാറ്റി. പിന്നെ സെക്യൂരിറ്റി ഏറ്റവും ഒരു കൺസെപ്റ്റ് ആയിരുന്നു. സെക്യൂരിറ്റി ഇല്ല, ഒരു പ്രോബ്ലം ഇവിടെ വന്നു. അങ്ങനെ വന്നപ്പം ഏറ്റവും കൂടുതൽ സേഫ് ഫ്ലാറ്റിലാണ് ഒന്ന്. രണ്ടാമത് നമുക്ക് വെള്ളം കുറച്ച് ഉപയോഗിക്കാം, ഇലക്ട്രിസിറ്റി കുറച്ച് മതി, നമ്മുടെ എക്സ്പെൻഡിച്ചർ വളരെ കുറയ്ക്കാം. 50% വില്ലയിൽ നിന്നും ഫ്ലാറ്റിലേക്ക് എടുക്കാൻ നമ്മുടെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ കഴിയും. അങ്ങനെയുള്ള പല ഘടകങ്ങളും നമ്മൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അനുഭവത്തിലൂടെ പ്രൂവ് ചെയ്തപ്പോൾ ആളുകൾ ആ കൺസെപ്റ്റിലേക്ക് വന്നു. പിന്നെ അതോടൊപ്പം തന്നെ സാധാരണക്കാരെയും മിഡിലായക്കാരെയും കോടീശ്വരന്മാർക്കും വേണ്ടിയാണ് നമ്മൾ ഫ്ലാറ്റ് കിട്ടുന്നത്, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത രീതിയിൽ. എന്ന് വെച്ചാൽ ഒരു 850 സ്ക്വയർ ഫീറ്റിന് 2 bedroom ഫ്ലാറ്റ് വിത്ത് ഓൾ ദ ഫെസിലിറ്റീസ്. അതോടൊപ്പം തന്നെ 3000 സ്ക്വയർ ഫീറ്റിന് 4000 സ്ക്വയർ ഫീറ്റിനുള്ള വീട് വിത്ത് സ്വിമ്മിംഗ് പൂൾ ഞങ്ങൾ ഫ്ലാറ്റ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് കുറെ ഇനിയും ഫ്ലാറ്റ് കൾച്ചർ, ഇനിയും ആൾക്കാർ ഫ്ലാറ്റ്സ് പ്രിഫർ ചെയ്യും. അപ്പൊ അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ജോബിനായാലും അതിന്റെ സ്കോപ്പ്, ചാലഞ്ചസ്, അതിനെ കുറിച്ച് സാർ ഒന്ന് പറയും. ഇപ്പൊ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ മൊത്തം തന്നെ ഏകദേശം ഇനിയിപ്പോ 1 ലക്ഷം ഫ്ലാറ്റ്സിന്റെ റിക്വയർമെന്റ്സ് ഉണ്ട്. 1 ലക്ഷം ഫ്ലാറ്റ്സിന്റെ അത് വരുന്ന 5 വർഷം കൊണ്ട് അത് ചിലപ്പോൾ 2, 3, 5 ലക്ഷമായി മാറാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ് കൺസ്ട്രക്ഷൻ ഫീൽഡ്. ഇതിനൊരു എൻഡില്ല, കണ്ടിന്യൂസ് പ്രൊസീജിയറാണ്. അപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലായാലും ശരി, കോഴിക്കോട്ടായാലും ശരി, കോട്ടയമായാലും ശരി, ഈവൻ തൃശ്ശൂരായാലും ശരി, ഫ്ലാറ്റിന് ഒരുപാട് ഫീച്ചറുണ്ട്. ഫ്ലാറ്റ് എന്ന് മാത്രമല്ല കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. സർ റീസെന്റ് നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തത കൊണ്ടുവന്ന് എഡ്യൂക്കേഷൻ നീഡ്സിന് സാർ ഇപ്പം ന്യൂ എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ തുടങ്ങി. സാർ അതിനെ കുറിച്ച് എന്താ ഈ ഡൈവേഴ്സിഫിക്കേഷന്റെ കാരണം? അതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ബിസിനസ്സിലൂടെ കിട്ടുന്നതിന്റെ ഒരു വരുമാനത്തിന്റെ ഒരു ഭാഗം എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പൊ ഞങ്ങളിപ്പോ ദന്തൽ കോളേജ് കിട്ടുന്നുണ്ട്, ഇനി ഹോസ്പിറ്റൽ കിട്ടുന്നുണ്ട്. അത് ഒരു പാർട്ടാണ് നമ്മുടെ സമൂഹത്തിനോട് നമുക്ക് ചെയ്യേണ്ട ഒരു കടപ്പാടുണ്ട്. എല്ലാവർക്കും ഒരു കടപ്പാട് സമൂഹത്തിനുണ്ട്. അതിന്റെ ഒരു പാർട്ടായിട്ട് ഞാൻ ചെയ്തേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ചാരിറ്റി, സമൂഹ വിവാഹം ചെയ്യുന്നുണ്ട്. ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് നമ്മുടെ പൈസ കൊടുക്കുകയാണ്. അതിപ്പോ ഈ കഴിഞ്ഞ മാസം
ഞാൻ $25,000 ഈ റോട്ടറി ക്ലബിന് കൊടുത്തായിരുന്നു, only for cancer patients. അതും എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ 10%, പ്രോഫിറ്റിന്റെ 10%, ടേൺ ഓവറിന്റെ അല്ല, അത് ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തോണ്ടിരിക്കും. ഈ അപ്കമിങ് ആൾക്കാരിലെ സമൂഹത്തിലുള്ള ഏതൊരു ആൾക്കാരിന് വേണ്ടി എനി മെസ്സേജ് ദാറ്റ് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ഭാഗം വി ഹാവ് ടു പേ ബാക്ക് ടു സൊസൈറ്റി? എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം കൊടുത്തില്ലെങ്കിലും ഒരു ദിവസത്തെ വരുമാനമെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മെന്റൽ പീസ് എങ്കിലും കിട്ടും. $1 അറ്റ്ലീസ്റ്റ് ഒരു $100 ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ കൂടാതെ നമ്മുടെ ട്രിവാൻഡ്രത്തിന് വേറൊരു കൾച്ചറുണ്ട്, എല്ലാവരും ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉപദ്രവിക്കാൻ വളരെ മിടുക്കമാണ് ട്രിവാൻഡ്രത്തുള്ളത്. അപ്പൊ എനിക്കൊരു മെസ്സേജ് തരാം, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഓക്കെ, പക്ഷെ ഉപദ്രവിക്കാതിരിക്കാൻ കഴിയും, അത് ചെയ്യും. സർ, ഇനി ഗോയിങ് ഫോർവേഡ്, ഇനി അങ്ങോട്ട് സാറിന്റെ വിഷൻ എന്താണ്? ഇനി ഒരു 10 ഇയേഴ്സിലേക്ക് സാർ ഇപ്പൊ ഹോസ്പിറ്റാലിറ്റി, ഞങ്ങളുടെ ഹോട്ടൽസ് തുടങ്ങുന്നുണ്ട്, ഇപ്പൊ പൂവാർ റിസോർട്ട് തുടങ്ങുന്നുണ്ട്, ആക്കുളത്തുണ്ട്, കൂടാതെ കൊച്ചിയിൽ ഞങ്ങൾ എല്ലാം പ്രോപ്പർട്ടി മേടിച്ചിരിക്കുന്നു, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി വർക്ക്. പിന്നെ വയനാട് ഇപ്പോൾ റിസോർട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുണ്ട്. അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ, കോളേജ്, മെഡിക്കൽ കോളേജ്, ഫ്യൂച്ചർ ഇപ്പോൾ ദന്തൽ കോളേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജാണ്. ഈ ലൊക്കേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പം ട്രിവാൻഡ്രം ഇല്ലേ കൊച്ചിൻ, സാറ് എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ്? കാര്യം നമ്മൾ അറിയുന്നത്, ഇപ്പോഴും നമ്മൾ ഒരു വീട് വാങ്ങാൻ നോക്കുമ്പോൾ ദ ഫസ്റ്റ് ലൊക്കേഷൻ, സെക്കൻഡ് ലൊക്കേഷൻ, തേർഡ് ലൊക്കേഷനാണ്. ലൊക്കേഷൻ കൊള്ളാമെങ്കിൽ എല്ലാം കൊള്ളാം, ലൊക്കേഷൻ മോശമാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യം. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രധാനം, നമ്മളൊരു ഫ്ലാറ്റ് ആയാലും വീടായാലും നമ്മൾ കെട്ടുന്നതിന് മുൻപ് ആദ്യം നോക്കേണ്ടത് ലൊക്കേഷൻ കൊള്ളാമെന്നാണ്. അപ്പൊ അതാണ് ഞങ്ങളുടെ വിജയം. ഞാൻ എല്ലാ ഫ്ലാറ്റുകളും ഉണ്ടാക്കുന്നതും വെക്കുന്നതും നല്ല ലൊക്കേഷനിൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അത് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ് ഉണ്ടാക്കുന്നതും ഹീരയാണ്, വിൽക്കുന്നതും ഹീരയാണ്. പലരും ഈ വാസ്തു എന്ന് പറഞ്ഞിട്ട് അന്ധമായി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കാരണം ഇവർ ഏതെങ്കിലും ബുക്കെല്ലാം വായിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കിട്ടാവുന്ന ഏടുകളെല്ലാം എടുത്തിട്ട് കൊണ്ടുവരുന്നത്, അത് ശരിയല്ല. വാസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിക്ക് അനുസരിച്ചിട്ട്, നമ്മുടെ കാലാവസ്ഥയും ഇതിനനുസരിച്ചിട്ട് വീടുകൾ ഉണ്ടാക്കാം. നിങ്ങൾ എത്ര പ്രഗത്ഭനായിരുന്നാലും ശരി, നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരനായിരുന്നാലും ശരി, കോടീശ്വരനായിരുന്നാലും ശരി, നമ്മൾ 8 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യാതെ പലരും അങ്ങനെ കുറച്ച് പൈസയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യത്തില്ല, പക്ഷെ അത് കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ലെന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ എന്ത് ചെയ്താലും അത് നല്ലതിന് വേണ്ടി പ്രവൃത്തിയിലൂടെ കാണിക്കണം, അല്ലാതെ വാക്കുകളിലൂടെ അല്ല.